ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലാസ്റ്റ് പാർട്ട് ഇടാൻ വേണ്ടി കുറച്ചൊന്ന് ലേറ്റായി. കാരണം നമുക്ക് കുറച്ച് ഡ്രോയിങ് വർക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഈ പറഞ്ഞ പോലെ പറഞ്ഞ ഡേറ്റിനുള്ളിൽ നമുക്ക് വരച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ലേറ്റായത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് വരച്ച് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഇതിന് മുമ്പിലത്തെ പാർട്ട് വരച്ച് നോക്കിയെങ്കിൽ ആ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പകുതിയുള്ള ഭാഗം വരച്ചിരുന്നു. അപ്പം ബാക്കി പകുതി നമുക്ക് വരയ്ക്കാനായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരച്ചേക്കുന്ന പോലെ തന്നെയാണ് ഈ പ്രാവശ്യം നമുക്ക് ചെയ്യാനുള്ളത്. അതായത് നമ്മൾ ഷെയ്ഡിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ മുടി വരയ്ക്കുന്ന കാര്യം ആയിക്കോട്ടെ, എല്ലാം സെയിമായിട്ട് തന്നെ നമുക്ക് വരച്ചാൽ മതി, വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ പാർട്ട് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് സിമ്പിളായിട്ട് തന്നെ നോക്കിയിട്ട് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു മാസം കുറേ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇരുന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഈ വർക്ക് വന്നുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പം കുറച്ച് വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ എന്നാലും നമ്മൾ ഇടയ്ക്ക് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും യൂട്യൂബിൽ. അതുപോലെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് ഓരോരുത്തർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഈ പറഞ്ഞ സമയത്തിൻ്റെ കുറച്ച് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ വരയ്ക്കാനായിട്ട് ലേറ്റ് ആവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ വരയ്ക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഞാൻ വരച്ചില്ലല്ലോ എന്നൊന്നും നിങ്ങൾ ഓർക്കണ്ട. അപ്പം എങ്ങനെയാണ് ഇപ്പം ഈ ഒരു ശിവകാർത്തികേയൻ്റെ ഡ്രോയിങ്, അതുപോലെ അടുത്ത സൂര്യയുടെ ഡ്രോയിങ് ഒക്കെ കമൻറ്റ് വഴി ചോദിച്ചിട്ട് തന്നെയാണ്, അത് നോക്കി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഡ്രോയിങ് ഞാൻ കമൻറ്റ് വഴി മാക്സിമം ഓരോ കമൻറ്റ് നോക്കി തന്നെയാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു മാസം ഒരുപാട് ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇരുന്നായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര വർക്ക് വന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വീഡിയോ ഇടാൻ പറ്റാതെ പോയതാണ്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പെൻസിൽ ആർട്ട്ലൈൻ്റെ പെൻസിലാണ്. പിന്നെ പേപ്പർ ഈ പറഞ്ഞ പോലെ ഐവറി പേപ്പറാണ്, 250 GS വരുന്ന A4 പേപ്പറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഈ ഒരു ചാനലിൽ ഈ ഒരു വീഡിയോ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ഒരു ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നേ ഉള്ളൂ. അതുപോലെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും നല്ല ഡ്രോയിങ് പെൻസിൽ, അതായത് ഇതിനേക്കാൾ കുറച്ചൊക്കെ നല്ല ഡ്രോയിങ് പെൻസിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പെൻസിലിൻ്റെ നെയിമൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മൾ ഓരോ പെൻസിലും വാങ്ങി നോക്കി അതിൻ്റെ അൺബോക്സിങ്, അതിൻ്റെ റിവ്യൂ ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ വരച്ച് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഷെയ്ഡിങ് ചെയ്യാൻ വേണ്ടി വളരെ പാടാണ്, അല്ലെങ്കിൽ എന്നോട് മെസ്സേജായിട്ട് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, ഷെയ്ഡിങ് ചെയ്തിട്ട് ശരിയാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഷെയ്ഡിങ് നമുക്ക് തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണെങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഷെയ്ഡിങ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കുറച്ച് നാളത്തേക്കൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്ന് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും മാറ്റം ഉണ്ടാവും. ഇപ്പം ഞാൻ ഇതിൽ ഈ ഒരു ഭാഗത്ത് ഷെയ്ഡ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എവിടേക്കാണ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കട്ടിക്ക് ഷെയ്ഡ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് ആ ഒരു ഭാഗങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് ആ ഒരു ഭാഗത്തൊക്കെയാണ് ഞാൻ ആദ്യം തന്നെ ഷെയ്ഡ് ചെയ്ത് പോകുന്നത്. ബാക്കിയൊക്കെ കൂടുതലും നമുക്ക് ഷെയ്ഡിങ് ഒഴിവാക്കേണ്ട സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ ഷെയ്ഡിങ് നമുക്ക് വളരെ ലൈറ്റായിട്ട് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെയാണ്. അപ്പം ആദ്യം പറഞ്ഞാൽ നമുക്ക് കുറച്ചൊന്ന് കട്ടിക്ക് ചെയ്യേണ്ട ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ടും ആദ്യം തന്നെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പേപ്പർ സ്റ്റമ്പോ അല്ലെങ്കിൽ ബ്രഷോ ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ലൈറ്റ് അടിക്കുന്ന ഏരിയാസിലൊക്കെ നമ്മൾ ചെറിയൊരു ഷെയ്ഡിങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ആ ബ്രഷ് ഉപയോഗിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഷെയ്ഡിങ് നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് ആദ്യം തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ളൂ. അതിന് നിങ്ങൾ കുറച്ച് ഡ്രോയിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് ഈസി ആയിട്ട് തന്നെ പറ്റും. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഫോട്ടോ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു ഫോട്ടോ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഷെയ്ഡിങ് ഒക്കെ നോക്കി മനസ്സിലാക്കി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പം നമുക്ക് ആ ഒരു ഫോട്ടോ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഫോട്ടോ ഒക്കെ വരയ്ക്കാൻ എടുക്കുന്ന സമയത്ത് മാക്സിമം ക്ലാരിറ്റി ഉള്ള ഇമേജ് നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ വരയ്ക്കുന്ന ആ ഒരു ഡ്രോയിങ് എത്രത്തോളം നിങ്ങൾക്ക് നല്ല രീതിയിൽ വരയ്ക്കാൻ സാധിക്കുമോ അത്രത്തോളം തന്നെ നല്ല രീതിയിൽ നിങ്ങൾ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. നല്ല സമയമെടുത്ത് തന്നെ ചെയ്യുക. അതിപ്പം ഏത് പാർട്ട് ചെയ്യുവാണെങ്കിലും, മുടി വരയ്ക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഷെയ്ഡിങ് ചെയ്യുവാണെങ്കിലും നല്ല സമയത്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ദിവസം കൊണ്ടൊരു ഡ്രോയിങ് ചെയ്യാനായിട്ട് ഇരിക്കേണ്ട, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടൊരു ഡ്രോയിങ് ചെയ്ത് തീർക്കും എന്നുള്ളൊരു ഇതിലൊന്നും നിങ്ങൾ ഇരുന്ന് വരയ്ക്കാനായിട്ട് ശ്രമിക്കേണ്ട. ഒരു 3 ദിവസമോ ഒക്കെ 4 ദിവസമൊക്കെ എടുത്ത് നിങ്ങൾ ഒരു കുറച്ചായിട്ട് വരച്ച് വേണം ആ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് ഇപ്പം ഞാനിപ്പോൾ ചെയ്യുവാണെങ്കിലും നമ്മൾ 3-4 പാർട്ടൊക്കെ ആയിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി, കുറച്ചായിട്ട് വരച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്താലേ നമുക്ക് ആ ഡ്രോയിങ് നല്ല രീതിക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ
നല്ല ക്ഷമ വേണ്ട ഒരു കാര്യം തന്നെയാണ് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത്.